ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേം എക്സാമിനേഷൻ, ദാറ്റ് ഈസ് ക്രിസ്മസ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇറ്റ്സ് എ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ കീ നമുക്ക് നോക്കാം കേട്ടോ. 6 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് എനി 4 എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കമ്പൽസറി ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് നമുക്ക് നോക്കാം. കോംപ്രഹെൻഷൻ പാസേജ് ആണ്. റീഡ് ദ പാസേജ് ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. പാസേജ്: ദ സ്കോർ സ്റ്റുഡ് അറ്റ് 53 for 4 wickets. Ranji, the last batsman, walked onto the field. The team relied on him to save the game. Despite the pressure, Ranji played confidently and scored 58 runs, leading his school to victory. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? 4 വിക്കറ്റിന് സ്കോർ ബോർഡിൽ 53 ആണ്. രഞ്ജിയാണ് ലാസ്റ്റ് ബാറ്റ്മാൻ. ഫീൽഡിലോട്ട് ഇറങ്ങി. അപ്പോൾ ആൾക്കാണ് ഇനി സേവ് ചെയ്യാൻ പറ്റുള്ളൂ ഗെയിം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ചാപ്റ്റർ. പ്രഷറൊക്കെ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് ഒത്തിരി പ്രഷറിലായിരുന്നു രഞ്ജി. എങ്കിലും രഞ്ജി നന്നായിട്ട് പ്ലേ ചെയ്ത് ആൻഡ് 58 റൺസാണ് സ്കോർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ സ്കൂള് വിജയിക്കുകയാണ്. അവരുടെ ടീമും ആ സ്കൂളും വിജയിച്ചു. ആഫ്റ്റർ ദ മാച്ച് ഹി വിസിറ്റഡ് മിസ്റ്റർ കുമാർ, ഹിസ് മെൻറ്റർ. അപ്പോൾ കോച്ചും മെൻറ്ററായിട്ടുള്ള മിസ്റ്റർ കുമാറിനെ വിസിറ്റ് ചെയ്തു. ടു ഷെയർ ദ ജോയ്, അതായത് വിജയിച്ചല്ലോ, അപ്പോൾ ആ വിക്ടറി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. മിസ്റ്റർ കുമാർ ഹാൻഡഡ് രഞ്ജി ആൻ ഓൾഡ് ബാറ്റ് കോളിംഗ് ഇറ്റ് മാജിക്. ഒരു ബാറ്റാണ് കൊടുത്തത്, അതിന് മാജിക് ബാറ്റ് എന്നാണ് പറയുന്നത്. ടു ബിൽഡ് ഹിസ് കോൺഫിഡൻസ്. അപ്പോൾ ഇനി മുതൽ ആ ബാറ്റ് വെച്ച് കളിക്കാനാണ് പറയുന്നത്. ബട്ട് ലേറ്റർ രഞ്ജി റിയലൈസ് ദ റിയൽ മാജിക് വാസ് വിത്തിൻ ഹിം. പക്ഷെ പിന്നീടാണ് രഞ്ജിക്ക് മനസ്സിലാവുന്നത് ആ ബാറ്റ് വെച്ച് കളിച്ചിട്ടല്ല ഞാൻ വിജയിക്കുന്നത്. എങ്ങനെയാണ്? ആ മാജിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ആ മാജിക്. ദ കോൺഫിഡൻസ് ടു സക്സീഡ്, അതായത് വിജയിക്കുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ വാസ് ദ ടീം ഡിപ്പെൻഡൻറ്റ് ഓൺ രഞ്ജി? രഞ്ജിയുടെ മേലാണ് ടീമിൻ്റെ പ്രതീക്ഷ മുഴുവനായിരുന്നത്. എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് സീ ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡിഡ് രഞ്ജി പെർഫോം ഇൻ ദ മാച്ച്? രഞ്ജി എങ്ങനെയാണ് മാച്ചിൽ പെർഫോം ചെയ്തത്? തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മിസ്റ്റർ കുമാർ ഗിവ് രഞ്ജി ആൻഡ് വൈ? എന്താണ് മിസ്റ്റർ കുമാർ രഞ്ജിക്ക് കൊടുത്തത്, എന്തുകൊണ്ടാണ് അത് കൊടുത്തത്? ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് റിയലൈസേഷൻ ഡിഡ് രഞ്ജി ഹാവ് അബൌട്ട് സക്സസ്? വിജയത്തിനെ പറ്റിയുള്ള എന്ത് റിയലൈസേഷനാണ് രഞ്ജിക്ക് കിട്ടിയത്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സജസ്റ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പാസേജ്. ആ പാസേജിന് ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കാമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് പാസേജ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് സീ ദ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്, ദ ടീം റിലൈഡ് ഓൺ രഞ്ജി ബിക്കോസ് ഹി വാസ് ദ ലാസ്റ്റ് ബാറ്റ്സ്മാൻ. കാരണം ലാസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരുന്നു. ആ ലാസ്റ്റ് ബാറ്റ്സ്മാൻ വേണം ടീമിനെ രക്ഷിക്കാനായിട്ട്. ആൻഡ് ദർ വിക്ടറി ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിസ് പെർഫോമൻസ്. അവൻ്റെ പെർഫോമൻസിലാണ് അവരുടെ വിജയം ഇരിക്കുന്നത്. രഞ്ജിയിലാണ് എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചിരുന്നതെന്ന് പറയാൻ കാരണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് രഞ്ജി പെർഫോം ഇൻ ദ മാച്ച്? എങ്ങനെയാണ് മാച്ചിൽ പെർഫോം ചെയ്തത്? അത് കൃത്യമായിട്ട് പാസേജിൽ കൊടുത്തിട്ടുണ്ട്. രഞ്ജി പെർഫോംഡ് എക്സെപ്ഷനലി വെൽ, സ്കോറിങ്. എത്ര റൺസാണ് സ്കോർ ചെയ്തത്? 58 റൺസ് ആൻഡ് ലീഡിങ് ഹിസ് സ്കൂൾ ടു വിക്ടറി. അങ്ങനെ വിജയിപ്പിച്ചെടുത്തു. വാട്ട് ഡിഡ് മിസ്റ്റർ കുമാർ ഗിവ് രഞ്ജി ആൻഡ് വൈ? എന്താണ് കൊടുത്തത്? ഒരു ഓൾഡ് ബാറ്റാണ്, കോളിംഗ് ഇറ്റ് മാജിക്. എന്തിനാണ്? അവൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ടു ബൂസ്റ്റ് ഹിസ് കോൺഫിഡൻസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് റിയലൈസേഷൻ ഡിഡ് രഞ്ജി ഹാവ് അബൌട്ട് സക്സസ്? എന്ത് റിയലൈസേഷനാണ് രഞ്ജിക്ക് അപ്പോൾ കിട്ടിയത്? രഞ്ജി റിയലൈസ് ദാറ്റ് ദ റിയൽ മാജിക് വാസ് നോട്ട് ഇൻ ദ ബാറ്റ്. ബാറ്റിലല്ല റിയൽ മാജിക്, പക്ഷെ എവിടെയാണ്? ബട്ട് ഇൻ ഹിസ് കോൺഫിഡൻസ് ആൻഡ് ഇന്നർ സ്ട്രെങ്ത്. കോൺഫിഡൻസിലും ഇന്നർ സ്ട്രെങ്ത്തിലുമാണ് മാജിക് ഇരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. സജസ്റ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പാസേജ്. അപ്പോൾ ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കുകയാണ്. ദ മാജിക് വിത്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാജിക് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ഈ ടൈറ്റിലിൻ്റെ മീനിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും അനദർ യു ക്യാൻ ഗിവ് എനി ടൈറ്റിൽ അപ്രോപ്രിയേറ്റ് ടു ദിസ് പാസേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി 2 ഡയറി റൈറ്റിംഗ് ആണ്.
എന്തായാലും അത് ഡയറി റൈറ്റിങ്ങോ എന്തായാലും എക്സാമിന് വരും, പ്രൊഫൈൽ റൈറ്റിംഗ് ഇതൊക്കെ. ഇമാജിൻ യു ആർ ടോട്ടോ ചാൻ, നിങ്ങളാണ് ടോട്ടോ ചാൻ എന്ന് വിചാരിക്കുക. എക്സൈറ്റഡ് അബൌട്ട് ദി സ്കൂൾ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിങ്. അപ്പോൾ നമ്മൾ ട്രിപ്പിൽ പോകുന്ന ആ ഹോട്ട് സ്പ്രിങ്ങിലാണ് പോകുന്നത് അല്ലേ, നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് എ ഡയറി എൻട്രി എക്സ്പ്രസിങ് യുവർ തോട്ട്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ഫോർ ദ ട്രിപ്പ്. അപ്പോൾ ആ ട്രിപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ചിന്തകളും എല്ലാം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ഡയറി റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. സോ ഇതൊരു സാമ്പിൾ ഡയറി റൈറ്റിംഗ് ആണ്. ദ ഡേറ്റ് ആണ് അവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് 6/12/2024. നിങ്ങൾക്ക് 2024 ഏതെങ്കിലും നമുക്കൊരു ഡേറ്റ് കൊടുക്കാം. ടുഡേ ഐ എം thrilled because tomorrow is the day of the school trip to the hot spring. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. I am thrilled because tomorrow is the day of the school trip to the hot spring. നാളെയാണ് സ്കൂളിൻ്റെ ട്രിപ്പ്. I can't wait to travel by train and ship. ട്രെയിനിലും ഷിപ്പിലും ഒക്കെ പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Feel the warmth of the hot spring sea. ആ സീയുടെ വാംത്ത് കാണാൻ ആൻഡ് ഷെയർ അൺഫോർഗെറ്റബിൾ മൊമെൻറ്റ്സ്. എന്നിട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഷെയർ ചെയ്യാനും വിത്തിൻ മൈ ക്ലാസ്മേറ്റ്സ്, എനിക്ക് ക്ലാസ്മേറ്റ്സിനോടും അങ്ങോട്ടും കൂടെ ഒക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനും. ഐ എം ഗ്രേറ്റ്ഫുൾ ടു മൈ മദർ ഫോർ ലെറ്റിംഗ് മീ ഗോ. ഞാൻ അമ്മയോട് താങ്ക്സ് പറയാണ് എന്നോട് പോയിക്കോളാൻ എനിക്ക് അതിനുള്ള അനുമതി നൽകിയതിന്. വാട്ട് വിൽ ദ സീ ലുക്ക് ലൈക്ക്? എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കാരണം ഫസ്റ്റ് ടൈമാണ് സീ കാണാൻ പോകുന്നത്. ഐ ഹോപ്പ് ടു മേക്ക് ന്യൂ ഫ്രണ്ട്സ്, പുതിയ ഫ്രണ്ട്സും ആൻഡ് ക്രിയേറ്റ് ലൈഫ് ലോങ് മെമ്മറീസ്. ഗുഡ് നൈറ്റ് ഡയറി. അപ്പോൾ ഇതാണ് ഒരു സാമ്പിൾ ഡയറി. നിങ്ങൾക്ക് വേറെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് അതുപോലെ എഴുതാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി 3 പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ വിക്കിപീഡിയയിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഫിലിം സ്റ്റാർ ആവാം, ക്രിക്കറ്റർ ആവാം, അത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയയിൽ അവരുടെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് വരും. അതുപോലത്തെ ഒരു പ്രൊഫൈലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കതിൻ്റെ ഹിൻസ് ഒക്കെ തന്നിട്ടുണ്ട്. റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് വില്യം ബ്ലേക്ക് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് പോയിൻറ്റ്സ്. വില്യം ബ്ലേക്ക് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് പോയിൻറ്റ്സ്. ബർത്ത് തന്നിട്ടുണ്ട് 1757 ലണ്ടൻ ഇംഗ്ലണ്ട്. ഓക്യുപ്പേഷൻ പോയറ്റ്, painter and engraver. Major works: Songs of Innocence and of Experiment, The Tiger, The Lamp. ഇനി സ്റ്റൈൽ എന്താണെന്ന്: റിച്ച് ഇൻ ഇമാജിനറി, സിംബോളിസം ആൻഡ് തീംസ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്. ഒരു പോയിൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ലെഗസി, വൺ ഓഫ് ദ കീ ഫിഗേഴ്സ് ഓഫ് റൊമാൻറ്റിക് ഏജ്, നോൺ ഫോർ ബ്ലെൻഡിങ് ആർട്ട് ആൻഡ് പോയട്രി. ഇതെല്ലാം നമുക്ക് സെൻറ്റൻസ് ആയിട്ട് എഴുതാവുന്നതാണ്. ഇതൊക്കെയാണ് ഹിൻസ് തന്നിട്ടുള്ളത്. നിങ്ങളിതിൻ്റെ മീനിങ് ഒന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇനി ഔട്ട് ഓഫ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലാത്ത ഒരു പ്രൊഫൈൽ എഴുതാൻ വന്നാൽ തന്നെയും ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം സെൻറ്റൻസ് ആയിട്ട് എഴുതണം. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. സോ ലെറ്റ്സ് സീ ദ ആൻസർ. ഇപ്പോൾ നോക്കി എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അത് തന്നെ സെൻറ്റൻസ് ആക്കിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വില്യം ബ്ലേക്ക് വാസ് ബോൺ ഇൻ 1757 in London, England. That is the first point. He was a renowned poet, painter and engraver. അതാണ് സെക്കൻഡ് പോയിൻ്റ് അവിടെ തന്നിട്ടുള്ളത് ഹിൻസിൽ. അത് തന്നെ വീണ്ടും എടുത്തെഴുതുക. ഇനി ഏതൊക്കെയാണ് മേജർ വർക്ക്? ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ് സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് ഓഫ് എക്സ്പീരിയൻസ്, ദ ടൈഗർ ആൻഡ് ദ ലാംപ്. Blake's poetry is rich in imaginary and symbolism, often exploring themes of innocence and experience. A key figure of the Romantic age, he is celebrated for blending art and poetry, leaving a lasting legacy of creative brilliance. പ്രൊഫൈലിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സെൻറ്റൻസ് ആയിട്ട് എഴുതാവുന്നതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി 4 ലെറ്റർ റൈറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തായാലും പഠിച്ചു വെക്കണം. ഏതെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യനിൽ ഇതെല്ലാം ഉൾപ്പെടുന്നതായിരിക്കും. ഇമാജിൻ യു ആർ രഞ്ജി. റൈറ്റ് എ ലെറ്റർ ടു മിസ്റ്റർ കുമാർ താങ്കിങ് ഹിം ഫോർ ഇൻസ്പയറിങ് യു ആൻഡ് ടീച്ചിങ് യു ദ വാല്യൂ ഓഫ് കോൺഫിഡൻസ്. അപ്പോൾ നിങ്ങളാണ് രഞ്ജി, അത് ക്രിക്കറ്ററല്ലേ രഞ്ജി എന്ന് വിചാരിക്കുക. മിസ്റ്റർ കുമാർ
രഞ്ജിയുടെ മെൻറ്ററാണ് കുമാറിന് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ്? താങ്ക്സ് പറഞ്ഞിട്ടാണ് ഒരു ലെറ്റർ എഴുതുന്നത്. അപ്പോൾ എങ്ങനെയിരിക്കും ആ ലെറ്റർ റൈറ്റിംഗ് നമുക്ക് നോക്കാം. ഡിയർ മിസ്റ്റർ കുമാർ, അതങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്, കോമ, ദെൻ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. I want to express my heartfelt gratitude for your support and for teaching me the value of confidence. ആദ്യം തന്നെ നമ്മൾ താങ്ക്സ് പറയാണ്. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എന്താണ് ആ താങ്ക്സ് പറയാൻ കാരണം? The magic bat you gave me was a turning point. ആ മാജിക് ബാറ്റ് കിട്ടിയതാണ് എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻറ്റ്. ഇറ്റ് ഹെൽപ്പ് മീ ബിലീവ് ഇൻ മൈസെൽഫ്, എന്നിൽ ബിലീവ് ചെയ്യാനും, ആൻഡ് realize that the confidence and practice were more important than relying on tools. ഇപ്പോൾ ബാറ്റ് ടൂൾസിനെ റിലൈ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രാക്ടീസും കോൺഫിഡൻസുമാണ് മോർ ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു. ഐ എം ട്രൂലി ഇൻസ്പയർഡ് ബൈ യുവർ വേർഡ്സ് ആൻഡ് ലീഡർഷിപ്പ് കൊണ്ട് വേർഡ്സ് ഞാൻ ട്രൂലി ഇൻസ്പയർഡായി. താങ്ക് യു ഫോർ ബിലീവിങ് ഇൻ മീ, എന്നെ വിശ്വസിച്ചതിന് ഒത്തിരി നന്ദി. വാം റിഗാർഡ്സ്, രഞ്ജി. ഇനിയാണ് ദിസ് ഈസ് എ സാമ്പിൾ ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളത് പോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആക്ടിവിറ്റി 5, ക്യാരക്ടർ സ്കെച്ച്. റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് രഞ്ജി ഫ്രം രഞ്ജീസ് മാജിക് ബാറ്റ് യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. ക്യാരക്ടർ സ്കെച്ച് ഇപ്പോൾ രഞ്ജിയുടെ ചോദിക്കാം, ടോക്ടോ ചാൻ്റെ ചോദിക്കാം, ഓർ മിസ്റ്റർ കുമാറിൻ്റെ ചോദിക്കാം. അപ്പോൾ ആരുടെ വേണമെങ്കിലും, ഹെലൻ കെല്ലറിൻ്റെ ചോദിക്കാം, ആരുടെ വേണമെങ്കിലും ക്യാരക്ടർ സ്കെച്ച് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അതിനെല്ലാം എഴുതാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. ചില ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിസ് ലവ് ഫോർ ക്രിക്കറ്റ്, ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക്, ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് മിസ്റ്റർ കുമാർ, ഹൗ ഹി ലേൺ ദ വാല്യൂ ഓഫ് ഇന്നർ സ്ട്രെങ്ത്. ഇത്രയാണ് ഹിൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. രഞ്ജി വാസ് എ യങ് ബോയ് ഹൂ ലവ്ഡ് ക്രിക്കറ്റ്. ഫസ്റ്റ് പോയിന്റ് എഴുതുന്നത്. He was determined to improve and make his team proud. When he received a magic bat from Mr. Kumar, he believed it would help him succeed. Renji later learned that it was his confidence and hard work, not the bat, that made him a good player. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആക്ടിവിറ്റി 6, സെൻറ്റൻസ് എഡിറ്റിംഗ്. കറക്റ്റ് ദ എറേഴ്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഈ സെൻറ്റൻസുകളിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രഞ്ജി ഡോണ്ട് ലൈക്സ് ടു ലൂസ് മാച്ചസ്. ഇപ്പോൾ തന്നെ ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന്. സെക്കൻഡ് വൺ, ഹെലൻ കെല്ലർ വാസ് ബോൺ അറ്റ് 1880. അവിടെ മിസ്റ്റേക്ക് കാണുന്നില്ലേ? ടോട്ടോ ചാൻ സേസ് ക്യാൻ ഐ ഗോയിങ് ടു ദി ട്രിപ്പ്. അത് തന്നെ ഒരു പൊട്ടത്തെറ്റാണല്ലേ സെൻറ്റൻസ്. മിസ്റ്റർ കുമാർ ഗിവ്ഡ് രഞ്ജി എ ബാറ്റ് ഫോർ ദ മാച്ച്. ഗിവിൻ്റെ പാസ്റ്റ് ടെൻസ് ഗിവ്ഡ് അല്ല എന്ന് നമുക്കറിയാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ചിൽഡ്രൻ വാസ് വെരി എക്സൈറ്റഡ് ഡ്യൂറിങ് ദ ട്രിപ്പ്. ചിൽഡ്രൻ എന്ന് പറഞ്ഞ് പ്ലൂരലാണ് അല്ലേ, പക്ഷെ എന്താ ഇത് ചെയ്യുന്നത്? വാസ് വെരി എക്സൈറ്റഡ്. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ദ ഫസ്റ്റ് നോക്കിയേ, രഞ്ജി ഡസൻറ്റ്, കാരണം രഞ്ജി എന്നുള്ളത് ഒറ്റ ആളേ ഉള്ളൂ. സോ ഡസൻറ്റ് ലൈക്ക്, ഡസ് വെച്ച് കഴിഞ്ഞാൽ ലൈക്സ് എന്ന് പറയില്ല. ഡസൻറ്റ് ലൈക്ക് ടു ലൂസ് മാച്ചസ്. ഹെലൻ കെല്ലർ വാസ് ബോൺ ഇൻ 1880. ഇന്നാണ് വയ്ക്കേണ്ടത്, അതാണ് അതിലെ മിസ്റ്റേക്ക്. ടോട്ടോ ചാൻ സേസ് ക്യാൻ ഐ ഗോ ടു ദ ട്രിപ്പ്. അവിടെ കൊടുത്തിരിക്കുന്ന ഇത് മിസ്റ്റേക്കാണ്. ക്യാൻ ഐ ഗോ ടു ദ ട്രിപ്പ് എന്നാണ് കറക്റ്റ് ആൻസർ. മിസ്റ്റർ കുമാർ ഗിവ്ഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഗിവിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഗേവ് ആണ്. ഗേവ് രഞ്ജി എ ബാറ്റ് ഫോർ ദ മാച്ച്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ദ ചിൽഡ്രൻ വേർ വെരി എക്സൈറ്റഡ് ഡ്യൂറിങ് ദ ട്രിപ്പ്. ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറലാണ്. ചൈൽഡ് ആയിരുന്നെങ്കിൽ ചൈൽഡ് വാസ് വെരി എക്സൈറ്റഡ് ആണ്. ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻ വേർ വെരി എക്സൈറ്റഡ് ഡ്യൂറിങ് ദ ട്രിപ്പ്. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി വീണ്ടും കാണാം. Till then, bye-bye. Take care.